വില്ലേജ് വൈബ്സിന്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ചിക്കമംഗളൂരാണ്. ചിക്കമംഗളൂർ നമ്മളെ അഫ്നാസ് ഖാന്റെയും അർഫാദ് ഖാന്റെയും കൂടെയാണ്. ഇന്നലെ നമ്മളിവിടെ സ്റ്റേ ചെയ്തത്. ഇനി ഇവിടുന്ന് ചായ കുടിച്ചിട്ട് ഡ്രസ്സൊന്നും ഉണങ്ങാണ്ടാക്കി ഉണങ്ങിയ ശേഷം ഇവിടുന്ന് ഷിമോഗയ്ക്ക് പോകും ഞാൻ. അപ്പൊ ഇവിടെ എന്തൊക്കെ ജസ്റ്റ് ലൈക്കൊക്കെ കാണാനില്ല, അപ്പൊ അതൊക്കെ ഇറങ്ങിയിട്ട് കാണണം. അങ്ങനെതാ നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. ഇപ്പോൾ സമയം ഉച്ചക്ക് 1:30 ആയിട്ടുണ്ട് കേട്ടോ. അവർ ജോലിക്ക് പോയിന്ന്. ഞാൻ അവിടെ കിടന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡിങ്ങിന് ഇട്ട്. കാരണം ഇന്നലെ നെറ്റ് അൺലിമിറ്റഡ് നെറ്റ് കയറ്റി. അതായത് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആ നെറ്റിൻ്റെ പൈസയും പുറത്ത് പോകും. ഇനി ഇവിടെ ഒരു ലേക്ക് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു അമ്മച്ചിൻ്റെ കാണാമെന്ന് അറിയുന്നത് കാരണം അപ്പോൾ അവരും കാണാൻ പോവാണ്. ആദ്യം ലേക്കാണ് പോണത്. ഇവിടുത്തെ ഒരു ഗ്രാമപ്രദേശമാണ്, വീടുകളൊക്കെ തിങ്ങിപ്പാർന്നുള്ള ഒരു സ്ഥലമാണ്. അഫ്നാസ്ക്ക് അർഫാദ്ക്ക് വയനാടാട്ടാ. വയനാട് മാനന്തവാടിയാണ് അവരുടെ വീട്. അവരിവിടെ ഈ നമ്മളതിണ്ടല്ല ഫില്ലറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സിമെൻറ്റ് കൊണ്ടല്ലേ, അതിൻ്റെ ഹോൾസെയിൽ പരിപാടിയാണ് ഇവിടെ. 25ഓളം സ്റ്റാഫുകളുണ്ട് അവർക്ക്. ലേക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയോ ഒരു ഉൾപ്രദേശത്ത് കൂടിയാണ് പോകുന്നത് കേട്ടോ. അവരവിടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ലേക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. വെള്ളം കുറവാണ്, പക്ഷെ നല്ല കാറ്റാണ് ഇവിടെ. ഈ കാണുന്ന പച്ചപ്പുള്ള സ്ഥലത്തൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഇതെന്താ സംഭവം? നല്ല രസമുണ്ട് റോഡ് കാണാനല്ലേ. നല്ലൊരു അടിപൊളി സ്ഥലട്ടാ. നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ഫ്രെയിമാണ്. കാരണം അവിടെ കോട, അപ്പുറം കോടയും നല്ല മലഞ്ചെരുവും ഈ റോഡിന്റെ ഭംഗിയെ കൂടിയായിട്ട് സൂപ്പർ വ്യൂ ആണ്. ഇതവിടെ ഇങ്ങനെ വന്നുകാണ്ട് ഇങ്ങനെ ഈ ഫ്രെയിം ഒരു ഫോട്ടോത്തിന്റെ ഫ്രെയിമാന്ന് ആലോചിച്ച് നോക്കുകയാണ്. നല്ല സൂപ്പർ ഫോട്ടോ എടുക്കാൻ പറ്റൂല. നല്ല അടിപൊളി സ്ഥലം. ഇതിപ്പോൾ അഫ്നാസ്ക്ക് അർഫാദ്ക്ക് ഉണ്ട്. ഞാൻ അവരൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇന്ന് രാവിലെ നമ്മൾ ചായ അടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. ചായ അടിച്ചിട്ട് ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഉച്ചയ്ക്ക് ചോറ് വെച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ എന്നിട്ടാ ഞങ്ങൾ 3 ആളും കൂടി ഇവിടെ ഇറങ്ങാൻ ഇറങ്ങി. എന്തായാലും പറയണ്ട നിങ്ങൾക്ക്. ചിക്കമംഗളൂർ എങ്ങനെയുണ്ട്? ചിക്കമംഗളൂർ അടിപൊളിയാണ്, രക്ഷയില്ല. നമ്മളെന്താ പറയുക, നമ്മളെ ആളുകൾക്കൊന്നും വല്ലാതെ ചിക്കമംഗളൂർ ഐഡിയ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം നമുക്കൊരു 300-350 കിലോമീറ്ററിനൊക്കെ മലപ്പുറത്ത് നിന്നൊക്കെ ചിക്കമംഗളൂർ വരാൻ പറ്റും. അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല കോടയും പച്ചപ്പൊക്കെ ഉള്ളൊരു സ്ഥലമാണ്, വാട്ടർഫാൾസുകളൊക്കെ ഉള്ള. അപ്പോൾ വരാൻ നമ്മൾ മൂന്നാറൊക്കെ പോണ പോലെ ഒരു യാത്ര, മൂന്നാറൊക്കെ കണ്ട സ്ഥലങ്ങളല്ല. അപ്പോൾ ഇത് മാറ്റി ചിന്തിക്കാനുണ്ടെങ്കിൽ ചിക്കമംഗളൂർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ റൂട്ടാണ്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇട്ടാ. ഇനി ഞങ്ങൾ ഒരു അമ്മച്ചി ഉണ്ട് ഇവിടെ. അമ്മച്ചി കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചിനെ കാണാൻ പോവാണ്. നമസ്തേ. ಜ್ಯೂಸ್ ಕುಡಿಸಿ. ಜ್ಯೂಸ್ ಕುಡಿದೈತಿ ಈಗ. ಕಾಫಿ ಮಾಡಿ ಹಂಗೆ ಅದು ಕುಡಿಯಲೇಬೇಕಲ್ಲ. ಇಲ್ಲಿ ಬಂದರೆ ಕಾಫಿ ಹೋಗುತ್ತೆ. ಇದೇ ಗಾಡಿಯೆಲ್ಲ ಹೋಗುತ್ತೆ. ಸಂಸಾರನೇ ಐತಲ್ಲ, ಎಲ್ಲ ಐತೆ, ಎಲ್ಲ ಐತಲ್ಲ. ಹಿಂಗೆ ಹೋಗೋದು ಇದರಲ್ಲಿ ಹಂಗೆ ಹೋಗುತ್ತೆ ಎಲ್ಲ കടക്കും എല്ലാ കടക്കും. അമ്മച്ചി നമുക്ക് നല്ല കോഫി ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. കോഫി അടിച്ചിട്ട് പോകാറാണ്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 3:45 എനിക്ക് 92 കിലോമീറ്ററിന് ഇവിടെ ഷിമോഗയ്ക്ക് ഫോറസ്റ്റ് കൂടെയാണ്, ബദ്രി ഫോറസ്റ്റ് കൂടെയൊക്കെയാണ് യാത്ര ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മളെ അമ്മച്ചി നമുക്ക് കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ തന്നിട്ടുണ്ട്.
ഇതാണ് അമ്മച്ചിൻ്റെ ഷോപ്പ്. ഓക്കെ ശരി ഓക്കെ എന്നെ ഇറങ്ങി. ഓക്കെ ആവട്ടെ. ഇനിയിപ്പോൾ ഇവിടുന്ന് പോണ വഴിയിൽ പമ്പ് ഇന്നലെ അടിച്ച അവിടെ ഇവിടെ ഉള്ള പമ്പെല്ലാം കഴിഞ്ഞാൽ പമ്പൊക്കെ കിട്ടൂലേ? പമ്പ് കിട്ടുമല്ലേ? അല്ല ഇപ്പത്തിന് എണ്ണ ഉണ്ട് കുറച്ച് കയ്യിൽ, കുറച്ച് കഴിഞ്ഞിട്ട് അടിച്ചാൽ മതി ചിട്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് പോവാണ്. ഓക്കെ ശരി എന്നാ. നമ്മൾ ഓരോ ദിവസവും വന്ന് പെടുന്നതും നല്ല നല്ല ആളുകളുടെ മുന്നിലാണ്. എന്ത് നല്ല സപ്പോർട്ട് തരുന്ന അവരൊക്കെ എന്നറിയാം. നമ്മൾ സത്യം പറഞ്ഞാൽ അവർക്ക് 10-25 സ്റ്റാഫ് ഉണ്ട്. പക്ഷേ ഇവർ നോക്കി നടത്തുന്നതൊക്കെ ഇവരാണ്. അപ്പോൾ ഇവർ സെപ്പറേറ്റ് ഇവിടെ വേറെ റൂമാണ്. അവിടെ വന്നിട്ട് അവരെ ഫുഡും കാര്യങ്ങളൊക്കെ ഒരെന്നെ വന്ന് ഉണ്ടാക്കുന്നത്. ഗൾഫത്തെ സിസ്റ്റമായിരിക്കും. പണീൻ്റെ അതിൽ നിന്ന് അടിയിട്ട് വരിക, ഫുഡ് ഉണ്ടാക്കുക, ആണ്ടനെ പോവുക. ആ കൂട്ടത്തിൽ അവർ എനിക്ക് വരെ ഫുഡ് ഉണ്ടാക്കിയാണ് തന്നത്. ഭയങ്കര സന്തോഷം. നല്ല നാട്ടുകാരുണ്ട്. ഈ സ്ഥലത്തുള്ള ആളുകളൊക്കെ നല്ല ആളുകളാണ്. ഒരു ഗ്രാമം നമ്മളൊരു കേരള സ്റ്റൈൽ തന്നെയാണ് വരുന്നതെന്ന് പറയാം. ആ സ്നേഹം കാര്യങ്ങളൊക്കെ. കാലാവസ്ഥ വലിയൊരു പ്രശ്നമാണ്. മഴ പെയ്ത് ഫോട്ടോക്ക് ജാക്കറ്റൊക്കെ കിട്ടും. ഇപ്പം നമ്മൾ കോഫി പ്ലാന്റേഷനൊക്കെ കടന്നിട്ട് ആ ഒരു ഫോറസ്റ്റ് ഏരിയയിലെത്തിയിട്ടുണ്ട്. ആന ഇറങ്ങണ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വലതുഭാഗത്ത് ആ തായ്വാരത്ത് നല്ല കൃഷിക്കാഴ്ചകൾ കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെയൊക്കെ ഈ കാട് പിടിച്ചെടുക്കാനായിട്ട് കാഴ്ച കിട്ടണില്ല. എൻ്റെ ഇടയിലൂടെ ചെറിയ ഗ്യാപ്പിലൂടെ അങ്ങനെ കാണുന്നുണ്ട്. നമ്മൾ ആ ഭാഗത്തേക്ക് നമ്മൾ പോകുമെന്നുള്ളത് അറിയില്ല. എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെ തോന്നുന്നുണ്ടല്ലേ. ചുരം ആ ഭാഗത്തേക്കാണ് ഇറങ്ങുന്നത്. സൂപ്പർ കൃഷിക്കാഴ്ചകൾ കേട്ടോ. പക്ഷെ താഴെ എത്തി അത്ര വ്യൂ കിട്ടൂല. മുകളിൽ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന നല്ല കാഴ്ച കാണാൻ പറ്റും. പല പല തരത്തിലുള്ള ഭൂപ്രകൃതി കേട്ടോ. നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ട് ആ ഫോറസ്റ്റ് മാർക്കുള്ള റൂട്ടൊക്കെ കഴിഞ്ഞ് പോകുന്നിട്ടാ. ഇപ്പോൾ ആ കുഴപ്പമില്ലാത്ത റോഡ് ചെറിയ ടൗണാണ്. അങ്ങനത്തെ ഒരുപാട് ദൂരം ഓടി. ഇനി ഇവിടുന്ന് ഷിമോഗ 40 കിലോമീറ്ററുള്ള കിട്ടാം. നമുക്ക് പോകാനുള്ള ജോഗ് ഫാൾസ് ഒക്കെ 150 കിലോമീറ്റർ. ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കട്ടെ ഭദ്ര ഫോറസ്റ്റ് വഴിയാണോ ഈ റൂട്ട് എന്നുള്ളത്. കുറേ നേരത്തിന് ശേഷം കുഴപ്പമില്ലാത്തൊരു സൂര്യനൊക്കെ ഉണ്ട്. കുറേ നേരത്തിനല്ല, കുറേ ദിവസത്തിന് ശേഷം ചെറിയ ചൂട് കിട്ടിയപ്പോൾ ഉണ്ടല്ലോ. കഴിച്ചിട്ട് അങ്ങനെ ചൂടല്ല കേട്ടോ. കാലാവസ്ഥ തണുപ്പ് തന്നെയാണ്. പക്ഷെ ചെറിയൊരു ചൂട്, നല്ല സുഖമുള്ളൊരു ചൂട്. അത്യാവശ്യം തിരക്കുള്ളൊരു ടൗൺ എത്തിയിട്ടുണ്ട് നമ്മൾ. ഇവിടുന്ന് 2 റൂട്ടുണ്ട്. ഒന്ന് ഒരു ഫോറസ്റ്റ് റൂട്ടുണ്ട്, ഭദ്ര ഫോറസ്റ്റ് വഴി. ഞാൻ ആ റൂട്ടാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ സമയത്ത് അങ്ങനെ കടത്തി വിടുകയെന്നൊന്നും അറിയില്ല. ഈ കാറിൽ വന്ന ആൾ ഞാൻ ഇപ്പോൾ ഒരു ക്ലിപ്പ് കാണിച്ചില്ല. എനിക്ക് അവിടുന്ന് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് മൂപ്പര് വന്നുകൊണ്ട് ഞാൻ എണ്ണ എടുക്കണോടത്തുനിന്ന് ഈ കുട്ടികൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് വണ്ടിയിൽ നിന്ന്. അവിടെ നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ വന്നുകാണ്ട് ഞാൻ കൊടുക്കാറുണ്ട് മലയാളത്തിൽ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ നോക്കി. അപ്പോൾ ഞാൻ മലയാളിയാണ് വെച്ചാൽ മലയാളം ഞാൻ ഇവിടെ ഉള്ള ആളെ കുറച്ച് മലയാളമൊക്കെ എനിക്ക് അറിയുമെന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് വന്നാണ്ട് ക്യാഷ് കൊടുത്തുകൊണ്ട് ഞാൻ കൊടുത്തോളം യാത്ര ഇല്ല പറഞ്ഞുകൊണ്ട് എന്താ വൈന്നൊക്കെ കിട്ടണ സപ്പോർട്ട്. ഭദ്ര വൈൽഡ് ലൈഫ് സാങ്ച്വറി ആ റൂട്ടിലൂടെയാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഷിമോഗക്ക്. പക്ഷേ നമ്മൾ ഇരുട്ടായി ഏകദേശം. അപ്പോൾ അതിൽ പോയ വന്യമൃഗങ്ങൾ എന്തെങ്കിലും ഇതുണ്ടായാൽ ഡേഞ്ചറാണ്, ഒറ്റയ്ക്കല്ലേ. അപ്പോൾ ഞാൻ ആ റൂട്ട് മാറ്റി. ഇനി ഇവിടുന്ന് 24 കിലോമീറ്റർ കൂടി ഉണ്ട് ഷിമോഗക്ക്.
43 മിനിറ്റ് കാണിക്കുന്നുണ്ട്. ഷിമോഗ നമുക്ക് ഇവിടെ ഒരു സ്റ്റേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പരിചയപ്പെട്ടിരുന്ന സുഹൈൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് ഇവിടെ സ്റ്റേ നമുക്ക് തരാറുണ്ട്. ഇവിടെയൊക്കെ റോഡ് വർക്ക് നടക്കുന്ന കാരണം പല റോഡും വൺ വേ, റോഡ് വളരെ മോശമാണ്. मंदिर तर देश निघता खाने इधर एक दोस्त है मेरा शिमोगा में. कितना आदमी है उधर? एक आदमी रुकने का. ओके बेस्ट ऑफ लक. वेरी ग्रेट. थैंक यू. ഇനി ഇവിടുന്ന് 2.5 കിലോമീറ്റർ ഉള്ളൂ, 6 മിനിറ്റ് ഓട്ടം. ഇതെന്താ വലിയ വാഹനങ്ങൾ കൊണ്ടാച്ചിട്ട് വെച്ചാൽ തോന്നുന്നുണ്ട് ഇതിലെ. അങ്ങനെ തന്നെ ആവും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു ടൗണാണ് കേട്ടോ ഷിമോഗ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ ഞാൻ ഇവിടെ താമസിക്കാനുള്ള സ്ഥലത്തെത്തി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇവിടെ കുറേ ആളുകളെ കാണിക്കാണ്ട് ഞാനൊക്കെ ഓരോക്കെ പരിചയപ്പെടുത്തി. ഇപ്പോൾ ഷോപ്പ് പോയതാണ്. ഞാൻ എന്തായാലും ഇപ്പോൾ ഒന്നും കൂടി ഇവിടെ സ്റ്റേ ചെയ്യണം. കാരണം വണ്ടി ഒന്ന് സർവീസ് സെൻ്ററിൽ കയറ്റാനായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങൾ ഷിമോഗ എന്ന് പറഞ്ഞ ടൗണ് പ്രദേശത്ത് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. പക്ഷെ ഇവിടുന്ന് പല ലോകങ്ങൾക്ക് ഓടിയിട്ടാണ് കാണാനുള്ളത്. അപ്പോൾ ഇവിടെ അടുത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് വണ്ടിയെ സർവീസ് സെൻ്ററിലൊക്കെ കൊണ്ടുപോകണ്ട്. അതിൻ്റെ ശേഷം ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് കാണിച്ചാൽ ഞാൻ ഇവിടെ നിന്നിട്ട് നാളെ രാവിലെ ഇവിടുന്ന് അകുമ്പേ പോവുള്ളൂ. അത് ഷിമോഗ അല്ലത് ചാവടിക്കാണ്ടി വന്നാണ്. ഫുള്ള് മലയാളീസ് ആട്ടാ. നിങ്ങളൊക്കെ പേര് പറഞ്ഞിട്ട് അടുത്ത് വന്നാണ് വണ്ടി വന്നില്ല. വേങ്ങരയാണ്, മലപ്പുറം വേങ്ങര. ഒരുപാട് മലയാളി ഷോപ്പുണ്ട്. കൂടുതൽ മലയാളികളുടെ ഷോപ്പല്ലേ. 10-25 ഷോപ്പുണ്ട്. പിന്നെ എന്താ സാധ്യത പറയാം. അതായത് അങ്ങനെ കാണില്ല. ശരി, ഇൻഷാല്ലാ. ടൂറ് പോണ ആളാണ്. രാത്രി പക്ഷേ രാത്രി നിങ്ങളെ സ്ഥലം എവിടെ? വലിയാറ വേങ്ങര. പേരെന്തായിരുന്നു? അഹമ്മദ്. ഇവരൊക്കെ ഒക്കെ മലയാളീസ് ആട്ടോ. അവിടെ ഒരുപാട് ഷോപ്പ് മലയാളികളുണ്ട്. ഇന്നലെ ഞാൻ രാത്രി റൂമിലെത്തിയ സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറൊരാളെ കാണിച്ചു തരാം. ഇത് നാസറാക്ക, ഞങ്ങളെ നാട്ടുകാരാണ്. ഇവരെ റൂമിൽ നമ്മൾ ഇന്നലെ നിന്നത്. ഇവര് സുഹൈൽ ഇവരെല്ലാവരും ഒരു സ്ഥലത്ത് തന്നെയാണ് താമസം. ഇന്നലെ രാത്രി നമ്മൾ വന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് കണ്ടാലേ നമ്മൾ കേരള നേരത്തിട്ടോ ഫുള്ള് മലയാളീസ്. ഷിമോഗ ഒക്കെ ഭയങ്കര ഉള്ളത്. ഈ ഗല്ലി മുഴുവൻ മലയാളീസാണ്. ഒക്കെ മലയാളീസായിട്ടാ. നിങ്ങളുടെ സ്ഥലം? ചുള്ളിപ്പാറ വെന്നിയൂര് വേങ്ങര. എവിടെ? ഷിമോഗ. മലയാളം സംസാരിക്കാൻ ഇവിടുത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും. എൻ്റെ പേര് ആഷിഖ് ചെമ്മാട്. നിങ്ങൾ വേങ്ങര? ഇവരിവിടെ തന്നെയാണ്. അപ്പൊ എങ്ങനെ മലയാളം എങ്ങനെ പഠിച്ച്? മലയാളം പഠിച്ച്. ഇവിടെ ഫുള്ള് മലയാളീസാണ്. അങ്ങനെ മലയാളം പഠിച്ച് ഞാൻ നമ്മളെ സുഹൈലിൻ്റെ ഷോപ്പ് ഒന്ന് കാണിച്ചേക്കാം. ഇതാണ് സുഹൈലിൻ്റെ ഷോപ്പ്. ഇവിടെ ഇത്രത്തോളം മലയാളികൾ എങ്ങനെ വന്നു എന്നുള്ളത് അവരെ നമുക്ക് പറഞ്ഞുതരും. പിന്നെ ഒരു 50 വർഷമായിട്ട് ഇവിടെ മലയാളികളുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് ശിവമോഗ എന്നാണ്. മംഗലാപുരത്ത് നിന്ന് ഒരു 260 കിലോമീറ്റർ കിട്ടും. ഇവിടെ മലയാളീസ് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ 1-2 ഫാക്ടറി ഉണ്ടായിരുന്നു. ഒരു പഞ്ചാര ഫാക്ടറി, അതേപോലെ ഇരുമ്പിൻ്റെ ഫാക്ടറി ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഫാക്ടറിക്ക് എന്ത് വേണം, ആളുകളെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്കൊന്നിന് 1970-ലൊക്കെ ആയിരിക്കും, അന്ന് ഇവിടേക്ക് സ്റ്റാഫുകളെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ഇവിടേക്ക് നമ്മളെ നാട്ടിൽ നിന്ന് മലയാളീസ് എന്ത് ചെയ്തു ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഇവിടെ എന്ത് ചെയ്തു, അങ്ങനെ മലയാളീസോട് വന്നപ്പോൾ ഓൾക്ക് അങ്ങനെ കമ്പനിയിലൊക്കെ ആൾക്കാർ നിന്ന് അങ്ങനെ ഇവിടുത്തെ ആൾക്കാർ തന്നെ ഒരു കല്യാണം കഴിച്ചുകൊണ്ട് അങ്ങനെ കൂടി. പിന്നെ ഇവിടെ മലയാളീസ് വന്നപ്പോൾ ഓൾക്ക് എന്ത് വേണം, ഹോട്ടൽ വേണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ എന്ത് ചെയ്തു, കുറേ ആൾക്കാർ അങ്ങനെ ഹോട്ടലായിട്ടും ചായക്കടയായിട്ടും എന്ത് ചെയ്തു ഇവിടെ വന്നുകൊണ്ട് ആ കമ്പനിയിലുള്ള ആൾക്കാരെ മക്കളെ കല്യാണം കഴിച്ചിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് എന്ത് ചെയ്തു ഈ ഷിമോഗയിൽ മലയാളീസിന് കൂടി. പിന്നെ ഈ ഒരു നിൽക്കുന്ന ഗല്ലി, ഈ നിൽക്കുന്ന ഗല്ലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഗല്ലിയിൽ ഒരു കൊച്ചു മലപ്പുറം എന്നാണ് ഈ ഗല്ലി പറയുന്നത്. കാരണം ഇവിടെ ഏകദേശം 20-ന് മുകളിൽ ചെരുപ്പിൻ്റെ ഷോപ്പാണ് ഈ ഗല്ലിയുള്ളത്.
ആ 20-ന് മുകളിലുള്ളത് എല്ലാവരും ഏകദേശം വെന്നിയൂര് അതുപോലെ തന്നെ വേങ്ങര വലിയോറ എന്ന സ്ഥലത്തുള്ള ആൾക്കാരുണ്ട് എല്ലാവരും. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി പണ്ട് വെള്ളിപ്പാറ കാലത്ത് 45 വർഷം മുന്നേ ഇവിടെ വന്നുകാണ്ട് പോലെ എന്ത് ചെയ്ത് ഇതുപോലത്തെ ചെറിയ ചെറിയ ഷോപ്പ് ഇവിടെ ആദ്യം ഒരു ചെറിയ ഷോപ്പായിരുന്നു ഇവിടെ. അങ്ങനെ ഇവിടെ എന്ത് ചെയ്ത് ഇങ്ങനെ ഒരു പിന്നെ ആ ചെറിയ ആൾക്കാർ ഇവിടെ ഹോൾസെയിലിൻ്റെ കടയായി. അങ്ങനെ 2-3 മലയാളീസിൻ്റെ ഹോൾസെയിലിൻ്റെ കടയുണ്ട്. പിന്നെ 10-22 എന്തുണ്ട് നമ്മളെ റീറ്റെയിലിൻ്റെ ഷോപ്പുണ്ട്. അങ്ങനെ ഇവിടെ ഒരുപാട് കട ഉണ്ട്. ഓലെ എന്ത് ചെയ്ത് ഓല കുടുംബക്കാർ നാട്ടിലേക്ക് കൊടുന്നുകാണ്ട് ഓൾക്ക് പാർട്ണർഷിപ്പൊക്കെ ആക്കിയാണ്ട് അങ്ങനെ ഈ ഒരു ചെരുപ്പിൻ്റെ ഗല്ലി അറിയപ്പെടുന്നത് നമ്മളെ കൊച്ചു കേരളം എന്നാണ്, മലയാളീസ് ഗല്ലി എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണ്. പിന്നെ മലയാളീസ് ഇവിടെ മാത്രമല്ല, ഇവിടുന്ന് കുറച്ചപ്പുറം പോയാൽ ബർമ്മസാഗര, ചിത്രദുർഗ, പിന്നെ അങ്ങനെ കുറേ സ്ഥലത്ത് ഇതേപോലെ തന്നെ അവിടെയും കമ്പനി ഉണ്ട്. അവിടെയും മലയാളീസ് ഇതേമാതിരി വന്നുകാണ്ട് കുറേ ആൾക്കാർ സെറ്റിലായിട്ടുണ്ട്. ഓരോ ഷോപ്പിൽ 4-5 ആളൊക്കെ ഉണ്ടല്ലേ? അല്ല, ഈ ഓരോ ഷോപ്പിലും ഒരു ഷോപ്പിൽ എനിക്ക് തോന്നുന്നത് ചുരുങ്ങിയത് ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ഒരു ഷോപ്പിൽ ഒരു 3 മലയാളം ആണെങ്കിൽ 2 ആൾക്കാർ ഇവിടുത്തെ ആൾക്കാർ ഫുള്ളായിട്ട് മലയാളം പഠിച്ചു. എല്ലാവരും മലയാളം പഠിച്ചു. ഈ ഗലിയിലുള്ള ഏതൊരാളുടെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും എന്ത് ആൻസർ മലയാളത്തിൽ പറയും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ, 3 മാസമായിട്ടുള്ളൂ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ എന്താ വിട്ടു എന്തപ്പോൾ സംഭവം. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരെ ചോദിച്ചപ്പോൾ പറയാണ് ഇവിടെ എല്ലാവരും മലയാളം സംസാരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെന്ത് ചെയ്ത് കന്നഡ പഠിക്കാണ്ട് സുഖം മലയാളം പഠിക്കാനാണ്. അപ്പോൾ ഞങ്ങൾ മലയാളം പഠിച്ചു. ഇതാണ് നമ്മളെ ഷോയിലിൻ്റെ ഷോപ്പ് ഇട്ടാ. ഷോയിലിൻ്റെ ഒപ്പമായിട്ട് തുടങ്ങിയാണ് ഇതിലെ. നിങ്ങളെ പേര് എന്തായിരുന്നു? ഉമ്മർ. സ്ഥലം വെന്നിയൂര്. കാക്കാ നിങ്ങളെ സ്ഥലം എവിടെയാണ്? അടക്കാപ്പുര, വേങ്ങര. ഇവിടെ ഇതിൽ ഇനി വേറെ മലയാളീസ് ഉണ്ട്? ഇതിൽ നിങ്ങൾ തന്നെ ഉള്ളൂ അല്ലേ? നിങ്ങളെങ്ങനെ? നിങ്ങൾ ഇവിടെ തന്നെ? എല്ലാവർക്കും മലയാളം അറിയില്ലേ? കാസർഗോഡ്. സുഹൈല് ഫുൾ ടൈം ഹോട്ടലിൽ കൊണ്ടുപോകുക, ഫുഡ് കഴിക്കില്ല. ഇത് തന്നെ അവർക്ക് പണി. നമ്മൾ യാത്ര ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളെ വണ്ടിമേ കുറച്ച് പണിയുണ്ട്. ഓയിൽ മാറ്റാണ്ട്, ഗിയർ ഓയിൽ മാറ്റാണ്ട്. അതേപോലെ ഇവിടെ ഒരു ലീക്ക് ഉണ്ട്. ഗിയർ ഓയിലാണ് എന്താണെന്നത് അയച്ചു നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ അത് നോക്കിക്കാണ്ട് പിന്നെ നമുക്ക് പോകാനുള്ള അകുമ്പയാണ്. അപ്പോൾ ഇനി നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ വണ്ടി ഒന്ന് സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുത്താൽ. അപ്പോൾ നമ്മൾ ഷിമോഗാണുള്ളത്. ഷിമോഗിൽ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതിൻ്റെ വേക്കാണ് നോക്കിയാൽ മതി. അത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് ഷിമോഗിൽ എന്നുള്ളത്. ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മൾ ഇന്നലെ രാവിലെ ചിക്കമംഗളൂരിൽ നിന്ന് വന്ന് ഇന്നലെ നമ്മൾ ഷിമോഗ എത്തി ഇവിടെ സ്റ്റേ ചെയ്ത്. അപ്പോൾ ഇന്നും നമ്മൾ ഇവിടെ തന്നെ നിന്നത്. കാരണം നമ്മളെ വണ്ടിക്ക് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടുത്തെ ടൗണും കാര്യങ്ങളൊക്കെ ഒന്ന് കറങ്ങി. ഷിമോഗിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാണ്ട്. ജോഗ് ഫാൾസ് ഒക്കെ ഷിമോഗി പെട്ടാണ്. പക്ഷേ അവിടേക്ക് 100 കിലോമീറ്റർ ഓടാണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ റൂട്ടിൽ ജോഗ് ഫാൾസ് ഉണ്ട്. പക്ഷേ ഞാൻ അകുംബ ഉടുപ്പി കഴിഞ്ഞിട്ട് പോകുള്ളൂ. അപ്പോൾ നാളെ ഞാൻ ഇവിടുന്ന് പോകുന്നത് അകുംബയാണ്. അകുംബ എന്ന് പറഞ്ഞ ഒരു കിടിലൻ സ്ഥലമാണ്, നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. പിന്നെ ഇപ്പം ഇന്ന് നമ്മളിവിടുത്തെ ടൗണും നമ്മളിവിടുത്തെ മലയാളികൾ കൂട്ടായിട്ടുള്ള എന്താണ് മിനി ഒരു മലപ്പുറം തന്നെ പറയാം. അത്രയും മലയാളീസ് ഉള്ളൊരു സ്ഥലം മലപ്പുറത്തേരില്ല. അപ്പോൾ അതൊക്കെ കാണിച്ച്. അപ്പോൾ അതൊക്കെ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഇനി നമ്മൾ നാളെ അകുംബ പോവാണ്. അപ്പോൾ അകുംബൻ്റെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും